പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമുക്ക് വീണ്ടും ദൈവവചന പഠനത്തിനായി ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്ന് ക്ലാസ് എടുക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ മാത്യു പി തോമസ് ആണ്. അദ്ദേഹം ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. ദൈവം തന്നെ ഇന്ന് രാത്രിയിൽ ശക്തമായി ഉപയോഗിക്കേണ്ടതിന് നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഒരാൾ ഇന്നത്തെ ക്ലാസിന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചാൽ. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല തമ്പുരാനെ അപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു പകൽക്കാലം കഴിഞ്ഞ് ഞങ്ങളുടെ സന്ധ്യാവേളയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ ക്ലാസ്സിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇതുവരെ ഞങ്ങളെ നടത്തിയ ദൈവമേ, അവിടുത്തെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇത് നടത്തുന്ന ഹല്ലേലൂയ ലാലു പാസ്റ്ററിനായി സ്തോത്രം. കുടുംബമായി ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മിനിസ്ട്രി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഷാജി പാസ്റ്ററിനായി സ്തോത്രം. കുടുംബമായി ഏൽപ്പിച്ച് മിനിസ്ട്രി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിലുള്ള സകല കുടുംബങ്ങളെയും ഞാൻ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. യേശുപ്പിച്ച ഞങ്ങളെ പഠിപ്പിക്കുന്ന എല്ലാ അധ്യാപകരെയും കർത്താവിന്റെ പൊന്നുകരത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ മധ്യേ കടന്നു വരേണ്ട അധ്യാപകൻ വേഗം തന്നെ കടന്നു വരുവാൻ സ്വർഗത്തിലെ അപ്പച്ച് സഹായിക്കണം കർത്താവെ. ഹല്ലേലൂയ. ഒരാഴ്ച കാലം ഞങ്ങളെ കാത്തു പരിപാലിച്ചു. വീണ്ടും ഞങ്ങളെ ഹല്ലേലൂയ കരുതുന്ന ദൈവത്തിന്റെ ഉള്ളം കരത്തിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്നതൊക്കെയും ഞങ്ങളുടെ ചിന്തയിൽ ഇരിപ്പാൻ വിശേഷ ജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. അനേകർ കടന്നു വന്ന് ഹല്ലേലൂയ പഠിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ അപ്പച്ച് സഹായിക്കുമാറാകണം. സകല മിനിസ്ട്രികളെയും മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. ദേവദാസന്മാരെ സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. കുടുംബങ്ങളെ ഏൽപ്പിക്കുന്നു. അടിയനെ സമർപ്പിക്കുന്നു. പ്രാർത്ഥനയായിട്ടിരിക്കുക. സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു ആശാന്റി. ദൈവം സഹായിക്കട്ടെ. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ മാത്യു പി തോമസിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. സൗണ്ട് കേക്കത്തില്ല. സൗണ്ട് ഇല്ല. മ്യൂട്ടാണ്. മ്യൂട്ട് മാറ്റുക. വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമുള്ള നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമുക്ക് ഇന്ന് ദൈവവചന പഠനത്തിനായി ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ അദൃശ്യ സാന്നിധ്യവും അദൃശ്യ കൃപകളും നമുക്ക് അനുഭവിക്കാൻ ഇടയായി തീർന്നതുകൊണ്ട് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നാം ദൈവവചന പഠനത്തോട് ബന്ധപ്പെട്ടായിരിക്കുമ്പോൾ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ പവർ പോയിന്റ് കാണാൻ കഴിയുന്നുണ്ടോ? ഇല്ല ഇല്ല, പവർ പോയിന്റ് കാണുന്നില്ല. ഈ ലാപ്ടോപ്പിൽ ഒരു ഇതുണ്ട്, ഒരു വൈബ് ഇതുപോലെ ബ്ലിങ്കിങ് പോലെ കാണുന്നുണ്ട്. ആക്ച്വലി എന്റെ
ലാപ്ടോപ്പ് ഒന്ന് താഴെ വീണ് വേറെ എനിവേ ഇപ്പൊ കേൾക്കാമല്ലോ. ഇപ്പം കേൾക്കാം കേൾക്കാം കേൾക്കാം. ഷെയർ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഓക്കെ, നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാനായിട്ട് ദൈവമായ കർത്താവ് നമ്മെ സഹായിച്ചുകൊണ്ടിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ സങ്കീർത്തന പഠനത്തോട് ബന്ധപ്പെട്ട് നാം ഇന്ന് ഒരുമിച്ചായിരിക്കുമ്പോൾ ഇന്ന് നാം പഠിക്കാൻ പോകുന്ന ഭാഗം തൽക്കാലം നിങ്ങളുടെ എഴുതിയെടുക്കുക. ഇന്നത്തേക്ക് അടുത്ത ദിവസം ഇതേ കാര്യം ഞാൻ ഇത് കാണിച്ചോളാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഹിം എന്ന് പറയുന്ന സ്തുതിഗീതങ്ങൾ എന്നുള്ള സെക്ഷനാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ വിവിധ കാര്യങ്ങൾ, ഒരു സ്തുതിഗീതത്തിനകത്ത് ഉണ്ടാകേണ്ട ഇലമെന്റ്സ് എന്തൊക്കെയാണ് എന്ന് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഓർമ്മയുണ്ടെന്ന് കരുതുന്നു. സ്തുതിഗീതത്തിനകത്ത് ഉണ്ടാകേണ്ട എലിമെന്റ്സ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ എലിമെന്റ് കോൾ ടു വർഷിപ്പ്, ആരാധനയ്ക്ക് വേണ്ടിയുള്ള ഒരു ആഹ്വാനമാണ്. രണ്ടാമത് കൊടുത്തിരിക്കുന്നത് ദൈവം എന്ത് ചെയ്തു, അല്ലെ ദൈവം എന്തായിരിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ വർണ്ണന. എന്നാൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വിലാപ കീർത്തനങ്ങൾ എന്നൊരു ഗ്രൂപ്പാണ്. വിലാപ കീർത്തനങ്ങൾ. അപ്പൊ ഈ വിലാപ കീർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കതൊന്ന് മനസ്സിലാക്കുവാനും നമുക്കതൊന്ന് പഠിക്കുവാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ പിന്നെയും അതെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ശ്രദ്ധിക്കുക, നമുക്ക് നേരെ അതിലേക്ക് തന്നെ കയറുകയാണ്. ഈ കീർത്തനങ്ങളിൽ വിലാപ കീർത്തനം എന്ന് പറയുന്ന ഒരു സെക്ഷൻ, വിലാപ കീർത്തനം. എന്താണ് ഈ വിലാപ കീർത്തനങ്ങൾ? നമ്മൾ എന്താ പറഞ്ഞ, ഒരു പാട്ട് നമ്മൾ പാടുമ്പം തന്നെ അത് വിലാപ കീർത്തനമാണോ അല്ലയോ എന്ന് നമുക്കറിയാൻ കഴിയും. ഇപ്പൊ 22-ാം സങ്കീർത്തനം, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന്. അപ്പൊ അതൊരു വിലാപ കീർത്തനത്തിന് ബെസ്റ്റ് എക്സാമ്പിളാണ് വിലാപ കീർത്തനം. അപ്പൊ ഈ വിലാപ കീർത്തനങ്ങൾ തന്നെ 2 ടൈപ്പാണുള്ളത്. 2 ടൈപ്പ് വിലാപ കീർത്തനങ്ങളുണ്ട്. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് വ്യക്തിപരമായ വിലാപ കീർത്തനങ്ങളാണ്. വ്യക്തിപരമായ വിലാപ കീർത്തനങ്ങൾ. അപ്പൊ രണ്ടാമത്തേതെന്ന് പറയുന്നത് സാമൂഹ്യ വിലാപ കീർത്തനങ്ങളാണ്. ഈ വ്യക്തിപരമായ വിലാപ കീർത്തനവും സാമൂഹ്യ വിലാപ കീർത്തനവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഇൻഡിവിജ്വൽ സോങ്സ് ഓഫ് ലാമെന്റ് എന്നും മറ്റേത് കമ്മ്യൂണിറ്റി സോങ്സ് ഓഫ് ലാമെന്റ് എന്നും. വ്യക്തിപരമായ വിലാപ കീർത്തനം എന്ന് പറയുമ്പോൾ എന്റെ ദൈവമേ എന്ന് നമ്മൾ ഉദ്ധരിക്കുന്നതെല്ലാം വ്യക്തിപരമാണ്. 44-ാം സങ്കീർത്തനത്തിന് 1-ാം വാക്യം കൂടെ ഒരാൾക്ക് വായിക്കാമോ? സാമൂഹ്യ കാണിക്കാൻ. ദൈവമേ, പൂർവ്വകാലത്ത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ നാളുകളിൽ നീ ചെയ്ത പ്രവൃത്തി അവർ ഞങ്ങളോട് വിവരിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ചെവി കൊണ്ട് ഞങ്ങൾ കേട്ടുമിരിക്കുന്നു. അവിടെയെല്ലാം ഞങ്ങളുടെ ചെവി കൊണ്ട് കേട്ടിരിക്കുന്നു. പൂർവ്വകാലത്ത് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത് അവിടെ പ്ലൂറൽ ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഞങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെയാണ് കമ്മ്യൂണിറ്റി സോങ്സ് ഓഫ് ലാമെന്റ് എന്ന് പറയുന്നത്. അപ്പം ഇൻഡിവിജ്വൽ സോങ്സ് ഓഫ് ലാമെന്റ് ആൻഡ് കമ്മ്യൂണിറ്റി സോങ്സ് ഓഫ് ലാമെന്റ്. വ്യക്തിപരമായ വിലാപ കീർത്തനങ്ങളുമുണ്ട്, സാമൂഹ്യ വിലാപ കീർത്തനങ്ങളുമുണ്ട്. വ്യക്തിപരമായ വിലാപ കീർത്തനം എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് അണ്ടർസ്റ്റുഡ് ആണ് വ്യക്തിപരമായ വേദനകളും വ്യക്തിപരമായ പ്രശ്നങ്ങളും വ്യക്തിപരമായി അത് അനുശാസിക്കുന്ന പ്രതിസന്ധികളുടെ നടുവിൽ ദൈവത്തോട് നിലവിളിക്കുന്നു. അപ്പൊ സാമൂഹ്യ വിലാപ കീർത്തനം എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ നിങ്ങളെ കിട്ടിക്കഴിഞ്ഞു. വ്യക്തിപരമല്ല, സാമൂഹ്യപരമാണ്. ഇപ്പൊ നാച്ചുറൽ കലാമിറ്റീസ്, കൊടുങ്കാറ്റ്, പേമാരി, ലൈറ്റനിങ്, ഇടിമിന്നല്, ഭൂകമ്പം, ഇതൊക്കെ നാച്ചുറൽ കലാമിറ്റീസ് ആണ്. അപ്പോൾ തന്നെ ഒരു എന്താ പറയുക, കൊണ്ടേജിയസ് ഡിസീസ്, ഒരു പകർച്ചവ്യാധി,
സമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പാടിയ പാട്ടുകളെയാണ് സാമൂഹ്യ വിലാപ കീർത്തനങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളെയാണ് വ്യക്തിപരമായ വിലാപ കീർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയി. ഇൻഡിവിജ്വൽ സോങ്സ് ഓഫ് ലാമെന്റ്, കമ്മ്യൂണിറ്റി സോങ്സ് ഓഫ് ലാമെന്റ്. ഇൻഡിവിജ്വൽ ആണെങ്കിലും കമ്മ്യൂണിറ്റി ആണെങ്കിലും വ്യക്തിപരമാണെങ്കിലും സാമൂഹ്യപരമാണെങ്കിലും ഒരു വിലാപ കീർത്തനത്തിനകത്ത് ഇലമെന്റ്സ് എന്തൊക്കെയാണ്? അടുത്ത ഹെഡിങ് എഴുതുക. വിലാപ കീർത്തനങ്ങളിലെ ഇലമെന്റ്സ് അല്ലെങ്കിൽ അതിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ അതിനകത്തെ ഘടന എന്തൊക്കെയാണ്? ഓക്കെ, അപ്പൊ ഒരു വിലാപ കീർത്തനത്തിനകത്ത് പ്രധാനമായും 7 ഇലമെന്റ്സ് ആണുള്ളത്. ഏതെന്ന് കേട്ട് പേടിക്കണ്ട, 7 ഇലമെന്റ്സ് അതിനകത്തുണ്ട്. 4 മേജർ ഇലമെന്റ്സും 3 മൈനർ ഇലമെന്റ്സുമാണ്. 4 പ്രധാനപ്പെട്ട ഘടകങ്ങളും 3 അപ്രധാന ഘടകങ്ങളുമാണ്. അപ്പൊ നോക്കണം, ഒരു പാട്ട് നമ്മളെ കിട്ടിയാൽ നമ്മൾ ഇതിനെ അനലൈസ് ചെയ്യുമ്പോൾ ഹോവയ്ക്ക് സ്തോത്രം ചെയ്വി, എന്മനമേ ഹോവയെ സ്തുതിക്കുന്നതൊക്കെ കിട്ടി. അന്നേരം നമുക്ക് കിട്ടി ഹിമ്മാണെന്ന് കിട്ടി, സ്തുതിഗീതമാണെന്ന് കിട്ടി. എന്നാൽ വിലാപ കീർത്തനത്തിലേക്ക് വരുമ്പോൾ അതിന്റെ ഒന്നാമത്തെ ഇലമെന്റ് എന്ന് പറയുന്നത് നമ്പർ 1 ഇൻവൊക്കേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. മലയാളത്തിൽ അതിന് പറയുന്നത് ദൈവത്തെ നമ്മൾ അഭിമുഖമായി കാണുക, അല്ലെങ്കിൽ ദൈവത്തോട് സംസാരിക്കുക. സിമ്പിളായിട്ട് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ദൈവത്തെ അഡ്രസ് ചെയ്യുക, ഡയറക്റ്റ് അഡ്രസ് ടു ഗോഡ്. അപ്പൊ ദൈവത്തെ അഡ്രസ് ചെയ്യുക. 22ാം സങ്കീർത്തനം നമുക്കൊരു ഉദാഹരണമായി ഇലസ്ട്രേറ്റഡ് പോയിന്റ് നമുക്ക് എടുക്കാം. 22ാം സങ്കീർത്തനം നമ്മൾ നോർത്ത് വയ്ക്കുക. 22ാം സങ്കീർത്തനം നമ്മൾ ഇത് നോർത്ത് വെച്ചിട്ട് നോക്കൂ, ഒന്നാമത്തെ ഇലമെന്റ് എന്ന് പറയുന്നത് ഇൻവൊക്കേഷൻ. ഇൻവൊക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതായത് ഇൻവോക്ക് ചെയ്യുക, ഇൻവോക്ക് ടു ഗോഡ്, ഡയറക്റ്റ് അഡ്രസ് ടു ഗോഡ്, ദൈവത്തെ അഡ്രസ് ചെയ്യുക. 22ാം സങ്കീർത്തനം 1-ാം വാക്യം കണ്ട് നമുക്കറിയാം, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതുണ്ട്. അപ്പൊ ഡയറക്റ്റ് അഡ്രസ് ചെയ്യുകയാണ് ദൈവത്തെ. എന്നാൽ അതിന്റെ 2-3 വാക്യം ഒന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് എവിടം വരെയാണ് അതിന്റെ ഇൻവൊക്കേഷൻ എന്ന പ്രോഗ്രാം പോകുന്നത്, ആ എലിമെന്റ് പോകുന്നത് എന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. 1-ാം വാക്യം തൊട്ടൊന്ന് വായിച്ചു നോക്കിയാൽ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? എന്നെ രക്ഷിക്കാതെയും എന്റെ ഞെരുക്കത്തിന്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നത് എന്ത്? എന്റെ ദൈവമേ, ഞാൻ പകൽ സമയത്ത് വിളിക്കുന്നു, എങ്കിലും നീ ഉത്തരം അരുളുന്നില്ല. രാത്രികാലത്ത് ഞാൻ വിളിക്കുന്നു, എനിക്ക് ഒട്ടും മൗനതയില്ല. ഇസ്രായേലിന്റെ സ്തുതികൾ മേൽ വസിക്കുന്നവനെ, നീ പരിശുദ്ധനാകുന്നുവല്ലോ. ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്ങൾ ആശ്രയിച്ചു, അവർ ആശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു. അവിടെ നമ്മളൊന്ന് നോക്കിയപ്പോൾ അതിന്റെ 1-ാം വാക്യം ഇങ്ങനെ വായിച്ചു വരിക. ഇപ്പൊ ഇസ്രായേലിന്റെ സൂര്യമേ വസിക്കുന്നവനെ, നീ പരിശുദ്ധനാകുന്നുവല്ലോ. ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്ങൾ ആശ്രയിച്ചു, അവർ ആശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു. അവർ നിന്നോട് നിലവിളിച്ച് രക്ഷ പ്രാപിച്ചു, അവർ നിങ്ങൾ ആശ്രയിച്ചു, ലജ്ജിച്ചു പോയതുമില്ല. 6-ാം വാക്യം എന്താ കിടക്കുന്നത്? ഞാനോ മനുഷ്യനല്ല, ഒരു കൃമി അത്രേ, മനുഷ്യരുടെ ധിക്കാരവും ജനത്താൽ നിന്ദനും തന്നെ. 6-ാം വാക്യത്തിന്റെ ആ വ്യത്യാസം മനസ്സിലായോ? നമ്മൾ ശരിക്കും വായിച്ചു നോക്കുമ്പോൾ അങ്ങനെ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. 5 വാക്യം വരെ ഡയറക്റ്റ് അഡ്രസ് ടു ഗോഡ് ആയിരുന്നു, ഇൻവോക്ക് ചെയ്യാണ്, ഇൻവൊക്കേഷൻ, ദൈവത്തെ അഡ്രസ് ചെയ്യുകയാണ്. എന്ന് തുടങ്ങി ഇങ്ങനെ താഴോട്ട് വന്നിട്ട് ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്ങൾ ആശ്രയിച്ചു, അവർ നിന്നോട് നിലവിളിച്ച് രക്ഷ പ്രാപിച്ചു, അവർ നിങ്ങൾ ആശ്രയിച്ച് ലജ്ജിച്ചു പോയതുമില്ല. എന്നാൽ 6-ാം വാക്യത്തിൽ വന്നപ്പോൾ ഞാനോ സബ്ജക്റ്റ് പെട്ടെന്ന് ഡീവിയേഷൻ,
ഞാനോ മനുഷ്യനല്ല, ഒരു കൃമിയത്രേ. മനുഷ്യരുടെ ധിക്കാരവും ജലത്താൽ നിന്ദിതനും തന്നെ എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ഇലമെന്റ് അവിടെ ആരംഭിക്കുകയാണ്. രണ്ടാമത്തെ ഇലമെന്റ് ആണ് ലാമെന്റേഷൻ അല്ലെങ്കിൽ വിലാപങ്ങൾ. അപ്പൊ ഒന്ന് ദൈവത്തെ അഡ്രസ് ചെയ്യുന്നെങ്കിൽ രണ്ടാമത് താൻ വിലാപങ്ങൾ എഴുതി വയ്ക്കുക. വിലാപകീർത്തനങ്ങൾക്ക് ആദ്യത്തെ ഭാഗം ദൈവത്തെ നമ്മൾ അഡ്രസ് ചെയ്യുന്നു, രണ്ടാമത് വിലാപങ്ങൾ അവിടെ എഴുതുകയാണ്, അല്ലെങ്കിൽ പറയുകയാണ്, അല്ലെങ്കിൽ രേഖപ്പെടുത്തുകയാണ്. നമ്മൾ ദേവസ്ഥ വിലാപകീർത്തനങ്ങൾ വരുമ്പോൾ ആദ്യമേ തന്നെ വിലാപങ്ങൾ പറയുകയല്ല, ആദ്യം ദൈവത്തെ അഡ്രസ് ചെയ്യുന്നു, പിന്നീട് നമ്മുടെ വിലാപങ്ങൾ വൺ ബൈ വൺ ആയിട്ട് പറയുക. സത്യത്തിൽ 6-ാമത്തെ വാക്യം മുതൽ 18-ാമത്തെ വാക്യം വരെയും ആ വിലാപങ്ങളുടെ തുടർച്ചയാണ്. വിലാപങ്ങൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തുമാത്രം വേദനകളിലൂടെയാണ് ഈ എഴുത്തുകാരനായ ദാവീദ് കടന്നു പോകുന്നത്, അല്ലെങ്കിൽ സങ്കീർത്തനക്കാരൻ കടന്നു പോകുന്നത്. ഞാനോ മനുഷ്യനല്ല, ഒരു കൃമിയത്രേ, മനുഷ്യരുടെ ധിക്കാരവും ജനത്താൽ നിന്നത് തന്നെ. 7-ാം വാക്യം, എന്നെ കാണുന്നവരൊക്കെയും എന്നെ പരിഹസിക്കുന്നു, അവർ അധരം മലർത്തി തല കുലുക്കുന്നു. എന്നെ കാണുന്നവരെല്ലാം എന്നെ പരിഹസിക്കുന്നു, അവരെല്ലാവരും അധരം മലർത്തി തല കുലുക്കുന്നു. 8-ാം വാക്യത്തിൽ പറഞ്ഞു, യഹോവയെങ്കിൽ നിന്നെ തന്നെ സമർപ്പിക്ക, അവൻ അവനെ രക്ഷിക്കട്ടെ, അവൻ അവനെ വിടുവിക്കട്ടെ, അവനിൽ പ്രസാദമുണ്ടല്ലോ. അവനെ വിടുവിക്കട്ടെ, അവനിൽ പ്രസാദമുണ്ടല്ലോ. അടുത്ത വാക്യത്തിൽ പറഞ്ഞു, നീയല്ലോ എന്നെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവിച്ചവൻ, എന്റെ അമ്മയുടെ മുല കുടിക്കുമ്പോൾ നീ എന്നെ നിർഭയം വസിക്കുമാറാക്കി. ഗർഭപാത്രത്തിൽ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കപ്പെട്ടു, എന്റെ അമ്മയുടെ ഉദരം മുതൽ നീന്റെ ദൈവം. കഷ്ടം അടുത്തിരിക്കാൻ എന്നെ വിട്ടകന്നിരിക്കരുത്. അപ്പൊ തന്റെ വിലാപങ്ങൾ താൻ ഇങ്ങനെ രേഖപ്പെടുത്തുകയാണ്. താൻ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, തന്റെ ജീവിതത്തിൽ നേരിടുന്ന പ്രതികൂലങ്ങൾ, അതിങ്ങനെ വൺ ബൈ വൺ ആയിട്ട് താൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ, 18-ാമത്തെ വാക്യം വരെ തന്റെ വിലാപങ്ങളാണ്. കഷ്ടപ്പെടുത്തിരിക്കാൻ എന്നെ വിട്ടാതിരിക്കരുത്, സഹായിക്കാൻ മറ്റാരുമില്ലല്ലോ. 12-ാമത്തെ വാക്യം, അനേകം കാളകൾ എന്നെ വളഞ്ഞു, ഭാഷാങ്കൂറ്റങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു. ഭൂഷിയോടെ അലർന്ന സിംഹം പോലെ അവർ എന്റെ നേരെ വായ് പിളർക്കുന്നു. ഞാൻ വെള്ളം പോലെ തൂകിപ്പോകുന്നു, എന്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു. എന്റെ ഹൃദയം മെഴുകുപോലെയായി, എന്റെ കുടലിന്റെ നടുവെ ഉരുകിയിരിക്കുന്നു. എന്റെ ശക്തി ഓട്ടുകഷ്ണം പോലെ ഉണങ്ങിയിരിക്കുന്നു, എന്റെ നാവ് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു. നീ എന്നെ മരണത്തിന്റെ പൊടിയിൽ ഇട്ടുമിരിക്കുന്നു. നായ്ക്കൾ എന്നെ വളഞ്ഞു, ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു. അവർ എന്റെ കൈകളെയും കാലുകളെയും തുളച്ചു, എന്റെ അസ്ഥികളെയൊക്കെയും എനിക്ക് എണ്ണാം. അവർ എന്നെ ഉറ്റുനോക്കുന്നു, എന്റെ വസ്ത്രം അവർ പകുത്തെടുത്തു, എന്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു. എത്ര ഗൗരവമായിട്ടാണ്, അഥവാ വേദനയോടെയാണ് തന്റെ സങ്കടങ്ങൾ, ദാവീദ് അനുഭവിച്ച വ്യതകളാണ് ദാവീദ് ഇവിടെ പറയുന്നത്. അപ്പം 2-ാമത്തെ ഇലമെന്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നമുക്ക് തന്നെ ഒരു വിലാപകീർത്തനങ്ങൾ കൺസ്ട്രക്ട് ചെയ്യാൻ കഴിയും. ആദ്യം ദൈവത്തെ അഡ്രസ് ചെയ്യുന്നു, രണ്ടാമത് നമ്മുടെ വിലാപങ്ങൾ രേഖപ്പെടുത്തും. 3-ാമത്തെ ഇലമെന്റ് എന്ന് പറയുന്നത്, ഇങ്ങനെ വരുമ്പോൾ അവിടെയാണ് നമ്മുടെ പ്രാർത്ഥനകൾ അല്ലെങ്കിൽ പെറ്റീഷൻ, നമ്മൾ പെറ്റീഷൻ കൊടുക്കുന്നത്. അല്ലെങ്കിൽ പെറ്റീഷൻ മീൻസ് പ്രയർ, നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് 19-ാമത്തെ വാക്യത്തിലേക്ക് എന്താ, നീയോ യഹോവേ അകത്തിരിക്കരുതേ, എന്റെ തുണയായുള്ളവേ എന്നെ സഹായിപ്പാൻ വേഗം വരേണമേ. വാളിങ്കിൽ നിന്ന് എന്റെ പ്രാണനെയും നായയുടെ കയ്യിൽ നിന്ന് എന്നെ ജീവനെയും വിടുവിക്കണമേ. സിംഹത്തിന്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നീ എനിക്ക് ഉത്തരമരുളുന്നു.
ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരനോട് കീർത്തിക്കും. നമുക്ക് വ്യത്യാസം മനസ്സിലായി. ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരനോട് കീർത്തിക്കും എന്ന് പറഞ്ഞ പ്രാർത്ഥനയല്ലല്ലോ. അതിന് മുകളിലത്തെ നീയോ യഹോവേ എന്റെ തുണയായി വാളിങ്കൽ നിന്ന് എന്റെ പ്രാണനെയും നായുടെ കയ്യിൽ നിന്ന് എന്റെ ജീവനെയും വിടുവിക്കണമേ. സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷിക്കണമേ. കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നീ എനിക്ക് ഉത്തരമരുളുന്നു. അപ്പൊ അതാണ് സത്യത്തിൽ പെറ്റീഷൻ എന്ന് പറയുന്ന സെക്ഷൻ. അപ്പൊ മൂന്നാമത്തെ എലമെന്റ് ആണ് പെറ്റീഷൻ, അല്ലെങ്കിൽ പരാതികൾ, പ്രാർത്ഥനകൾ. പെറ്റീഷൻ, പ്രയർ, പരാതി, പ്രാർത്ഥനകൾ. അപ്പൊ നോക്കിയോ, 3 എലമെന്റ്സ് ഞാൻ പറഞ്ഞു ഒരു വിലാപകീർത്തനത്തിൽ. ഒന്നാമത്തെ കാര്യം ഡയറക്റ്റ് അഡ്രസ് ടു ഗോഡ്, ഇൻവോക്കേഷൻ. രണ്ടാമത്തെ എലമെന്റ് എന്ന് പറയുന്നത് ലമെന്റേഷൻ, വിലാപങ്ങൾ. മൂന്നാമത്തെ എലമെന്റ് എന്ന് പറയുന്നത് പെറ്റീഷൻ, പരാതികൾ അല്ലെങ്കിൽ പ്രാർത്ഥന. അപ്പൊ നോക്കിയോ, നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികൾ അനവധിയാകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ ആരംഭിക്കുന്നു, പ്രാർത്ഥന ആരംഭിച്ചു കഴിഞ്ഞു. നാലാമത്തെ മേജർ എലമെന്റ് അതിനുവേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം അഥവാ മോട്ടിവേഷൻ എന്ന് പറയും. നമ്പർ 4, മോട്ടിവേഷൻ, അല്ലെങ്കിൽ പ്രചോദനം നമുക്ക് നൽകുന്ന, ഉത്തേജനം നമുക്ക് നൽകുന്ന ഒരു പദം. എന്താ ഇതിനകത്തെ മോട്ടിവേറ്റഡ് വേഴ്സ് എന്ന് ചോദിച്ചാൽ, 11ാമത്തെ വാക്യത്തിനകത്ത് തന്നെ ഒന്നുകൂടെ വായിച്ചാൽ, 11 മാത്രം ഒന്ന് വായിച്ചു നോക്കി. കഷ്ടമടുത്തിരിക്കാൻ എന്നെ വിട്ടുകൊണ്ടിരിക്കരുത്, സഹായിപ്പാൻ മറ്റാരുമില്ലല്ലോ. സഹായിപ്പാൻ മറ്റാരുമില്ലല്ലോ. എന്റെ ജീവിതത്തിൽ വേദനയുടെ നടുവിൽ അങ്ങുണ്ടാവും, എന്നെ സഹായിപ്പാൻ വേറെ ആരുമില്ല. അതാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. മോട്ടിവേഷൻ തന്റെ ഏറ്റവും വലിയ പ്രചോദനം അതാണ്. നമ്മൾ ചിലപ്പോൾ ജീവിതത്തെ നമ്മളുമായിട്ട് തട്ടിച്ചു നോക്കും. നമ്മുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികള്, വേദനകളൊക്കെ ആഞ്ഞിരിക്കുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിരിക്കുന്നു. ദൈവസന്നിധിയിരിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മുടെ വേദനകൾ ഓർത്ത് എന്റെ ദൈവമേ എന്നൊക്കെ പറഞ്ഞു, പിന്നെ ചിലപ്പോൾ കരയും, നമ്മുടെ വേദനകൾ പങ്കുവയ്ക്കും. ആ വേദനകൾ ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒന്നും നമ്മുടെ ഉള്ളിലേക്ക് ഒരു വാക്യം ഇങ്ങനെ ഓടി വരിക. ഏതാണ് വാക്യം? അങ്ങല്ല ആരും എന്നെ സഹായിക്കാൻ ഇല്ലല്ലോ, അവിടെ നിന്നല്ലേ എന്നെ വിടുവിക്കുന്നത്. അയ്യോ കർത്താവേ, ഞാൻ അങ്ങോട്ട് എന്റെ അതേ അഭയാതന കഴിക്കുന്നു, അവിടെ നിന്ന് എന്നെ സഹായിക്കുമെന്ന് എനിക്കറിയാം. ഈ പദങ്ങളെല്ലാം നമുക്ക് മോട്ടിവേഷൻ നൽകുക, പ്രചോദനം നൽകുകയാണ്. നമ്മുടെ ജീവിതത്തെ അർത്ഥമുള്ളതാക്കി മാറ്റുന്ന ഈ പ്രചോദനാത്മകമായ പദങ്ങളാണ്. നമ്മുടെയൊക്കെ ജീവിതത്തെ നമ്മൾ തട്ടിച്ചു നോക്കൂ, പ്രചോദനാത്മകമായ പദങ്ങൾ നമ്മൾ ഉപയോഗിക്കാം. ഏതെങ്കിലും സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാം. ഒരുപക്ഷെ അപ്രതീക്ഷിതമായ ചില ജീവിത സാഹചര്യങ്ങൾ ജീവിതത്തിൽ നേരിടുമ്പോഴാണ് ഈ വിലാപങ്ങളൊക്കെ നമ്മിൽ ഉണ്ടാവും. അന്ന് നമ്മൾ പറയും, കർത്താവേ, അവിടുന്ന് മാത്രമേ ഉള്ളൂ എന്നെ രക്ഷിക്കാൻ. അതെല്ലാം മോട്ടിവേഷൻ. ചിലപ്പോൾ നമ്മൾ തകർന്നടിഞ്ഞു പോകുന്ന നിമിഷങ്ങളുണ്ടാവും. മനുഷ്യ ജീവിതം സുഖവും ദുഃഖവുമുണ്ട്. എന്നും സുഖമായിരിക്കത്തില്ല. ചിലപ്പോൾ നമുക്ക് ദുഃഖമുണ്ടായത് വരെ. അതിന് അതീവ ദുഃഖത്തിലൊക്കെ വന്നു കഴിഞ്ഞാലും നമ്മൾ ആശ്വസിക്കുന്ന ഒരു കാര്യം, അങ്ങല്ലാതെ ആരുമില്ലല്ലോ. അതാണ് ഇവിടെ പറഞ്ഞ മോട്ടിവേഷൻ. സഹായിപ്പാൻ മറ്റാരുമില്ലല്ലോ, സഹായിപ്പാൻ മറ്റാരുമില്ലല്ലോ. ഈ മോട്ടിവേഷന് തന്നെയാണ് റീസൺ, അല്ലെങ്കിൽ വൈ ഗോഡ് ഷുഡ് ആൻസർ. എന്തുകൊണ്ട് ദൈവം നമുക്ക് മറുപടി നൽകണം? കാരണം ദൈവം മാത്രമേ ഉള്ളൂ നമ്മളെ രക്ഷിപ്പാൻ. ദൈവമല്ലാതെ ആരും നമ്മളെ രക്ഷിക്കുന്നില്ല.
ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന ചില കാര്യത്തിന് മറുപടി കിട്ടാതെ വൈകിയാലും മറുപടി നമുക്ക് കിട്ടുന്നില്ലെങ്കിലും നമുക്ക് ദൈവം വല്ല കാര്യമില്ലല്ലോ. ഞാൻ പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞെന്ന് വരുന്നു. സർവത്തിനും മതിയായ ദൈവം, സർവവ്യാപിയായ, സർവജ്ഞാനിയായ, സർവശക്തനായ, സർവാധിപതിയായ ദൈവം നമ്മുടെ ഏതെങ്കിലും പ്രശ്നങ്ങൾക്ക് മറുപടി ലഭിക്കാൻ വൈകി എന്ന കാരണത്തെ നമുക്ക് ദൈവത്തെ ഉപേക്ഷിക്കാൻ പറ്റുകയല്ലോ. അതിന്റെ കാരണം അങ്ങല്ലാതെ ആരും എന്നെ രക്ഷിപ്പാനില്ല. ആ അറിവാണ് നമ്മുടെ ആഴമായി പതിയുന്നത്. നമുക്കറിയാലോ, അപ്പോസ്തലനായ പൗലോസ് ദൈവത്തെക്കുറിച്ച് തനിക്ക് കിട്ടിയ വെളിപ്പാടുകൾ, താൻ കൂടുതൽ വെളിപ്പാടിലൂടെയാണ് പഠിച്ചത്. ആ വെളിപ്പാടുകൾ സമാഹാരം സത്യത്തിന്റെ എഴുത്തുകൾ. ആ വെളിപ്പാടുകൾ സമാഹാരത്തിൽ താൻ എന്നെ എഴുതി വന്നപ്പോൾ, തീമോഥെയോസിന് കത്തെഴുതിയപ്പോൾ താൻ ആ ദൈവത്തെക്കുറിച്ചൊരു സംക്ഷിപ്ത രൂപം എഴുതി. എന്താ ദൈവത്തെക്കുറിച്ചുള്ള സംക്ഷിപ്ത രൂപം? ധന്യനായ ഏകാധിപതി, ധന്യനായ ഏകാധിപതി, രാജാതിരാജാവും കർത്താതികർത്താവും, താൻ മാത്രം അമർച്ചതയുള്ളവരും, മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവരും, കാണാൻ വഹിയാത്തവരും, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവരും ദൈവം എന്തുപയോഗിച്ചിട്ടില്ലേ? അപ്പൊ ദൈവത്തെ കുറിച്ചുള്ള തന്റെ ഒരു ഡെഫിനിഷൻ വളരെ വലുതായി. റോമാലേഖനത്തിനകത്ത് താൻ വിശ്വാസവും നീതീകരണവും വിശുദ്ധീകരണവും തേജസ്കരണവും ഈ സബ്ജക്റ്റ് ഒക്കെ എഴുതി പഠിപ്പിച്ചു വന്നിട്ട് 9 അധ്യായത്തിൽ വന്നപ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ രക്ഷയെക്കുറിച്ചും അപ്പോൾ ഇസ്രായേൽ ജനവും അപ്പോൾ തന്നെ ക്രിസ്തുവിനാൽ രക്ഷിക്കപ്പെട്ട ജാതികളും തമ്മിലുള്ള ഒരു സാമ്യത്തെക്കുറിച്ച് എഴുതി വന്നിട്ട് അദ്ദേഹം ഭയങ്കര അത്ഭുത സ്തബ്ധനായിട്ട് എഴുതിയൊരു വാക്കാണ്. ജാതികൾക്ക് വേണ്ടി രക്ഷ ദൈവം ഒരുക്കി വച്ചിരുന്നത് കൊണ്ട് ഒരു സമയത്തേക്ക് അവരെ തള്ളിക്കളഞ്ഞെങ്കിൽ അവരെ സ്വീകരിച്ച ദൈവം എത്ര വലിയവൻ എന്ന് പറഞ്ഞ അടുത്ത വാക്കിൽ എഴുതിയത് ഇങ്ങനെയാണ്: ആ ദൈവത്തിന്റെ ധനം, ദൈവത്തിന്റെ ജ്ഞാനം, ദൈവത്തിന്റെ അറിവ് എന്നിവ അവനും മന്ത്രിയായിരുന്നിട്ട് കാര്യം നേടിയവനാർ, അവന് വല്ലതും കൊടുത്തിട്ട് കാര്യം സാധിച്ചവനാർ എന്നതാണ് ആ വാക്യങ്ങളൊക്കെ. ദൈവത്തിങ്കലേക്കും ദൈവത്തിനായും ദൈവത്തിനു വേണ്ടിയും സകലതുമാകുന്നു എന്ന് അവിടെ ഒരു വാക്യം താൻ പിന്നെ കുറിക്കുകയാണ്. ഞാൻ എന്താ പറഞ്ഞുകൊണ്ടുവന്നത്? മോട്ടിവേറ്റഡ് പോയിന്റാണ് ഞാൻ പറഞ്ഞത്. മോട്ടിവേറ്റഡ് പോയിന്റ്. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നിരാശയായി വരുമ്പോൾ അങ്ങനെ ആയിരിക്കും നമുക്കൊരു മോട്ടിവേഷന് വേണ്ടി ദൈവം ഒരു വചനം നമുക്ക് നൽകുന്നു. അത് നമുക്ക് ഭയങ്കര ഉത്തേജനമായി വരുവാനായിട്ടിടയായിത്തീരും. അപ്പൊ മോട്ടിവേഷൻ 4 മേജർ ഇലമെന്റ്സ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 4 മേജർ ഇലമെന്റ്സ്, 4 പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഒന്നാമത്തേത് ഇൻവൊക്കേഷൻ, ദൈവത്തെ അഡ്രസ് ചെയ്യുന്നു, ദൈവത്തെ അഭിമുഖമായി ദൈവത്തോട് സംസാരിക്കുന്നു. നമ്പർ 2 ലമന്റേഷൻ, അല്ലെങ്കിൽ നമ്മുടെ വിലാപങ്ങൾ രേഖപ്പെടുത്തുന്നു. മൂന്നാമത്തേത് അത് പെറ്റീഷൻ, പരാതികൾ അല്ലെങ്കിൽ പ്രാർത്ഥനകൾ. 4ാമത്തെ ഇലമെന്റ് എന്ന് പറയുന്നത് മോട്ടിവേഷൻ, അല്ലെങ്കിൽ നമുക്ക് ഉത്തേജനം നൽകുന്നത്, നമ്മെ അതിനുവേണ്ടി പ്രേരിപ്പിക്കുന്നത്. ഓക്കെ, ഞാൻ 4 മേജർ എലമെന്റ്സ് പറഞ്ഞു. അടുത്ത 3 മൈനർ എലമെന്റ്സിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. എന്താണ് 3 മൈനർ എലമെന്റ്സ്? നോക്കുക. ഇങ്ങനെ വരുന്ന ഒരു വ്യക്തി, ഇപ്പം
നമ്മളൊന്ന് റിയാലിറ്റിയിലേക്ക് ഒന്ന് ചിന്തിച്ച്, വേദനയിൽ ഇരിക്കുന്ന ഒരാള് ദൈവത്തെ അഡ്രസ് ചെയ്തു, വേദനകൾ പങ്കുവച്ചു, പരാതികളും പ്രാർത്ഥനകളും പറഞ്ഞു, മോട്ടിവേറ്റ് ചെയ്യുന്ന വചനവാക്യങ്ങൾ ഉള്ളിൽ വന്നു, അങ്ങനെ ധൈര്യപ്പെടുത്തി. അത് കഴിയുമ്പോൾ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു പ്രതിജ്ഞ എടുക്കാൻ, പ്രതിജ്ഞ, 5-ാമത്തെ എലമെന്റ് പ്രതിജ്ഞ, അല്ലെങ്കിൽ VOW എന്ന് പറയും. VOW എന്ന് പറഞ്ഞാൽ പ്രതിജ്ഞ എടുക്കുക. ഫോർ എക്സാമ്പിൾ, ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ ഒരാൾക്ക് ജോലിയില്ലെന്ന് വിചാരിക്കുക, ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് ജോലി കിട്ടുന്നില്ല, ചിലപ്പോൾ പ്രാർത്ഥിക്കും, ഓക്കെ, എന്നും കുഴപ്പമില്ല. അങ്ങനെ ദൈവസേനയെ പ്രാർത്ഥിച്ച് കർത്താവേ എനിക്കൊരു ജോലി തരണേന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ചു. അങ്ങനെ നിലവിളിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആദ്യത്തെ ഇമോഷണലായ വ്യൂ കഴിയും. അപ്പോഴത്തേന് അന്നല്ലാതെ ആരും എന്നെ സഹായിക്കാനില്ല, ചില പരാതികൾ പറയുന്നു. ഇതെല്ലാം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഉള്ളിൽ ഒരു തീരുമാനമെടുക്കും, എനിക്കൊരു ജോലി കിട്ടിയാൽ എനിക്ക് ആദ്യം കിട്ടുന്നത് മുഴുവൻ ഞാൻ ദൈവത്തിന് കൊടുക്കും. അതാണ് പ്രതിജ്ഞ എടുക്കുക. അപ്പൊ ഒരു പ്രതിജ്ഞ എടുത്തു. എന്താണ് ഈ സങ്കീർത്തനക്കാരന്റെ പ്രതിജ്ഞ എന്ന് നോക്കൂ. അതാണ് സത്യത്തിൽ 22-ാം വാക്യം മുതൽ 25-ാമത്തെ വാക്യം വരെ ദാവീദ് എടുക്കുന്ന പ്രതിജ്ഞ. എന്താണ് എന്റെ പ്രതിജ്ഞ? ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും. യഹോഭക്തന്മാരെ സ്തുതിപ്പിൻ, യാക്കോബിന്റെ സകല സന്തതിയുമായുള്ളവരെ അവനെ മഹത്വപ്പെടുത്തുവിൻ. ഇസ്രയേലിന്റെ സർവ്വസന്തതിയുമായുള്ളവരെ അവനെ ഭയപ്പെടുവിൻ. അരിഷ്ടന്റെ അരിഷ്ടത അവൻ നിരസിച്ചില്ല, വെറുത്തതുമില്ല. തന്റെ മുഖം അവന് മറച്ചതുമില്ല. തന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ കേൾക്കുകയത്രേ ചെയ്തത്. മഹാസഭയിൽ എനിക്ക് പ്രശംസ നിങ്കിൽ നിന്ന് വരുന്നു. അവന്റെ ഭക്തന്മാർ കാണുക ഞാൻ എന്റെ നേർച്ചകളെ കഴിക്കും. തന്റെ ആ തീരുമാനങ്ങൾ, ഞാൻ തിരുനാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തി, സഭാമധ്യത്തിൽ ഞാൻ നിന്നെ സ്തുതിക്കും. ഇന്നിന്റെ പ്രതിസന്ധികൾ നിന്നെ രക്ഷിച്ചാൽ ഞാൻ സാക്ഷ്യം പറയും, ഞാൻ സഭയിൽ പറയും, ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തും. മറ്റുള്ളവരുടെ നടുവിൽ ഞാൻ ദൈവത്തെക്കുറിച്ച് പറയും. മാത്രമല്ല, യഹോവ ഭക്തന്മാരെ അവനെ സ്തുതിപ്പിക്കും. യാക്കോബിന്റെ സകല സന്തതികളുമായുള്ളവരെ അവനെ മഹത്വപ്പെടുത്തുകയും. എന്താ കാരണം? അരിഷ്ടന്റെ അരിഷ്ടത അവൻ നിരസിച്ചില്ല, വെറുത്തതുമില്ല. തന്റെ മുഖം അവന് മറച്ചതുമില്ല. തന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ കേൾക്കത്രേ ചെയ്തത്. അപ്പൊ ഈ വിലപിക്കുന്ന ഒരാള് മറുപടി കിട്ടിക്കഴിയുമ്പോൾ തീർച്ചയായും നമുക്കറിയാം, നമ്മുടെ സഭകൾ എഴുന്നേറ്റൊന്ന് സാക്ഷ്യമായി. അവിടെയാണ് സാക്ഷ്യം പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യന്റെ ആവശ്യത്തിന് പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്ക് മറുപടി വന്നു. നമ്മുടെ യാതനകൾ കേൾക്കുന്ന ഒരു ദൈവം, മറുപടി നൽകുന്ന ഒരു ദൈവം. അപ്പൊ ഇവിടെ വളരെ വ്യക്തതയോടുകൂടെ പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ പറയുന്ന 5-ാമത്തെ എലമെന്റായ പ്രതിജ്ഞ അല്ലെങ്കിൽ നമ്മളൊക്കെ വ്യക്തിപരമായ അനുഭവത്തിൽ നോക്കി ഇങ്ങനെ അല്ലായിരുന്നു. എല്ലാ വ്യക്തിപരമായ അനുഭവം ഇങ്ങനെയൊക്കെ തന്നെ. നമ്മളൊക്കെ ചില കാര്യങ്ങൾ കണ്ടീഷൻ വയ്ക്കും. യഹോവന്റെ പ്രാർത്ഥനയും യാചനയും കേട്ടത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു, അതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അപ്പൊ ഇതിന്റെ എല്ലാം അത്യന്തികമായ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ദൈവസന്നിധിയിലെ തീരുമാനമെടുക്കുന്നവർ, വ്യക്തതയോടുകൂടി തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾ പാലിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരുമാണ്. പ്രതിസന്ധികളേറി വന്നപ്പോഴത്തെ തീരുമാനം ആണ് പ്രതിജ്ഞ. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ പ്രതിജ്ഞ എടുക്കുന്നവർ. ചിലരൊക്കെ പ്രതിജ്ഞകൾ ലംഘിക്കുന്നവരെ കൊണ്ടാവാം. അത് കാര്യസാധ്യത്തിന് വേണ്ടിയൊക്കെ ചെറുപ്പം പ്രതിജ്ഞ എടുക്കും. പിന്നീട് ആ കാര്യങ്ങളൊക്കെ സാധിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ അതിൽ നിന്ന് പിന്മാറിയെന്നൊക്കെ വരാം. അങ്ങനെയൊക്കെ ഉള്ളവരെയൊക്കെ എനിക്കറിയാം. നമ്മുടെ ഭാഗമല്ല, അത് ദൈവമായിട്ട് ഒരു തീർത്തുള്ളത്, നമ്മുടെ ഭാഗമല്ല. ദൈവത്തോടുള്ള പ്രതിജ്ഞ. ചില പ്രതിസന്ധികൾ കർത്താവ് എനിക്ക് ഇവിടെ എന്റെ ആയുസ് ദീർഘിപ്പിച്ചു തന്നാൽ ഞാൻ ഇനി മുതൽ നിനക്ക് വേണ്ടി തന്നെ ആയിരിക്കും എന്നൊക്കെ പറയും.
പക്ഷെ ആയുസ് ദീർഘിപ്പിച്ച് കിട്ടി കഴിയുമ്പോൾ പിന്നെ അതൊക്കെ മറന്നു കൊണ്ടുപോകും. ചിലപ്പോൾ ആ തീരുമാനശേഷി ഇല്ലാത്തവരായിരിക്കാം, പല കാരണങ്ങൾ കൊണ്ടും. എന്നാൽ ഈ ബുദ്ധിമുട്ടും ഞരക്കവും മുന്നിൽ കണ്ടുകൊണ്ട് അത് വേണമെന്ന് വിചാരിച്ചായിരിക്കാം. ഞാൻ പറഞ്ഞ എന്തായാലും പ്രതിജ്ഞ എടുക്കുന്ന ഒരു സ്വഭാവം നമുക്കെല്ലാവർക്കും എല്ലാവരും. ചിലപ്പോൾ നല്ല വചനങ്ങൾ കേൾക്കുന്നു കേട്ടോ, ഇന്നു മുതൽ ഞാൻ ഒരു ദിവസം പോലും വചനമായ മുടങ്ങി തീരുമാനമെടുക്കുന്നത്. ചിലപ്പോൾ ചില ദിവസം അപ്രതീക്ഷിതമായി മുടങ്ങിയെന്ന് വരാം. അപ്പൊ അത് പിന്നെ കവർ ചെയ്യാന്നുള്ളത് നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റും. മുടങ്ങിപ്പോയി എന്ന് പറഞ്ഞ് ടെൻഷൻ എടുത്തിട്ട് കാര്യമില്ലല്ലോ. അതുപോലെ കൂട്ടി നമ്മളങ്ങ് വായിക്കുക എന്നുള്ളതേ ഉള്ളൂ. നമ്മളിങ്ങനെയൊക്കെയുള്ള പ്രതിജ്ഞകൾ എടുക്കുന്നവരാണ്. അപ്പൊ അഞ്ചാമത്തെ എലമെന്റ് ആണ് ഞാൻ പറഞ്ഞത്. അഞ്ചാമത്തെ എലമെന്റ്. ഒന്നാമത്തെ എലമെന്റ് ഇൻവൊക്കേഷൻ, രണ്ടാമത്തെ എലമെന്റ് ലാമെന്റേഷൻ, മൂന്നാമത്തെ എലമെന്റ് പെറ്റീഷൻ, നാലാമത്തെ എലമെന്റ് മോട്ടിവേഷൻ, അഞ്ചാമത്തെ എലമെന്റ് അല്ലെങ്കിൽ ഡിസിഷൻ. ഒരു തീരുമാനം എടുക്കുക, ഒരു പ്രതിജ്ഞ എടുക്കുക. ആറാമത്തെ എലമെന്റ് എന്ന് പറയുന്നത് ഡിവൈൻ റെസ്പോൺസ് ആണ്. ഡിവൈൻ റെസ്പോൺസ്, ദൈവത്തിൽ നിന്നുള്ളൊരു മറുപടി. ഡിവൈൻ റെസ്പോൺസ്. അപ്പൊ ദൈവത്തിൽ നിന്ന് നമുക്ക് ഒരു മറുപടി കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക. ശരിയായ കാര്യമാണല്ലോ. നമ്മളിങ്ങനെ ദൈവസന്നിധിയിൽ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ ദൈവസന്നിധിയിൽ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഡിവൈൻ റെസ്പോൺസ് ആണ് ആറാമത്തെ എലമെന്റ്. എന്നാൽ ഈ സങ്കീർത്തനത്തിനകത്ത് അങ്ങനെ ദൈവം ഒരു മറുപടി പറയുന്നതായിട്ട് നമുക്ക് കാണുന്നില്ല. വളരെ നിൽക്കട്ടെ. ആറാമത്തെ എലമെന്റ് ഡിവൈൻ റെസ്പോൺസ്. ഏഴാമത്തെ എലമെന്റ് എന്ന് പറയുന്നത് എക്സ്പ്രഷൻ ഓഫ് കോൺഫിഡൻസ്. എക്സ്പ്രഷൻ ഓഫ് കോൺഫിഡൻസ്, ആത്മധൈര്യത്തിന്റെ വാക്കുകളാണ്, അല്ലെ ആത്മവിശ്വാസത്തിന്റെ വാക്കുകളാണ്. കോൺഫിഡൻസ്, ആത്മവിശ്വാസം. ആത്മവിശ്വാസത്തിന്റെ വാക്കുകളാണ് ഏഴാമത്തെ എലമെന്റ്. നമ്മളിപ്പോ വായിച്ചത് 26 മുതൽ മുന്നോട്ടുള്ള വാക്യങ്ങൾ എക്സ്പ്രഷൻ ഓഫ് കോൺഫിഡൻസ് ആണ്. ഒരു കോൺഫിഡൻസ്, ആത്മവിശ്വാസത്തിന്റെ വാക്കുകൾ. എളിയവർ തിന്ന് തൃപ്തരാകും, അന്വേഷിക്കുന്നവർ അവനെ സ്തുതിക്കും. നിങ്ങളുടെ ഹൃദയം എന്നേക്കും സുഖത്തോടിരിക്കട്ടെ. ഭൂമിയുടെ അറുതികളൊക്കെയും ഓർത്ത് യഹോവയെങ്കിലേക്ക് തിരിയും. ജാതികളുടെ വംശങ്ങളൊക്കെ നിന്റെ മുമ്പാകെ നമസ്കരിക്കും. രാജ്യത്വം യഹോവയ്ക്കുള്ളതല്ലോ, അവൻ ജാതികളെ ഭരിക്കുന്നു. ഭൂമിയിൽ പുഷ്ടിയുള്ളവരൊക്കെയും ഭക്ഷിച്ചാരാധിക്കും. പൊടിയിലേക്ക് ഇറങ്ങുന്നവരെല്ലാവരും അവന്റെ മുമ്പാകെ കുമ്പിടും. തന്റെ പ്രാണനെ രക്ഷിപ്പാൻ കഴിയാത്തവനും കൂടെ ഒരു സന്തതി അവനെ സേവിക്കും. വരുന്ന തലമുറയോട് യഹോവയെ കുറിച്ച് കീർത്തിക്കും. അവർ വന്ന് ജനിപ്പാനുള്ള ജനത്തോട് അവൻ നിർത്തിച്ചിരിക്കുന്നു എന്ന് അവന്റെ നീതിയെ വർണ്ണിക്കും. ഈ സങ്കീർത്തനത്തിനകത്ത് 26 മുതൽ 31 വരെ എക്സ്പ്രഷൻ ഓഫ് കോൺഫിഡൻസ് ആയിരുന്നു, ആത്മവിശ്വാസത്തിന്റെ വാക്കുകളായി. അപ്പൊ നമ്മൾ 7 എലമെന്റ്സ് ആണ് ഒരു വിലാപ കീർത്തനത്തിനകത്തുള്ളത്. ചില എലമെന്റ്സ് ആബ്സെന്റ് ആയിരിക്കാം. അത് നമ്മൾ വായിച്ചു വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പ്രധാനമായി 7 എലമെന്റ്സ്. ചിലപ്പോൾ ചില വിലാപ കീർത്തനങ്ങൾക്കകത്ത് വൺ ഓഫ് ദി എലമെന്റ്സ്, ഏതെങ്കിലും ഒരു എലമെന്റ്സ് ഇല്ലാതെ വന്നേക്കാം. അത് അതിൽ തന്നെ ഒരു തെറ്റല്ല. അപ്പൊ 7 നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഒന്നാമത്തേത് ഇൻവൊക്കേഷൻ, രണ്ടാമത്തേത് ലാമെന്റേഷൻ, മൂന്നാമത്തേത് പെറ്റീഷൻ, നാലാമത്തേത് മോട്ടിവേഷൻ, അഞ്ചാമത്തേത് പ്രതിജ്ഞ.
ആറാമത്തേത് ഡിവൈൻ റെസ്പോൺസ്. ഡിവൈൻ റെസ്പോൺസ്, ദൈവത്തിൻ്റെതായ ആ മറുപടികൾ. ഏഴാമത്തേത് എക്സ്പ്രഷൻ ഓഫ് കോൺഫിഡൻസ്. ആത്മവിശ്വാസത്തിന്റെ ധൈര്യത്തിന്റെ വാക്ക്. വളരെ വ്യക്തമായി പറയുകയാണ്, അന്വേഷിക്കുന്നവരെ സ്തുതിക്കും, നിങ്ങളുടെ ഹൃദയം എന്നേക്കും സുഖത്തോടിരിക്കട്ടെ, ഭൂമിയിലെ ആളുകളൊക്കെയും ഓർത്ത് യഹോവയിലേക്ക് തിരിയട്ടെ, ജാതികളുടെ വംശങ്ങളൊക്കെ നിന്റെ മുമ്പാകെ നമസ്കരിക്കും, രാജ്യത്വം യഹോവയ്ക്കുള്ളതല്ലോ, അവൻ ജാതികളെ ഭരിക്കുന്നു. അതിനകത്തല്ല എക്സ്പ്രഷൻ ഓഫ് കോൺഫിഡൻസ് പറയും. അപ്പൊ ഒരു പാട്ട് നമ്മൾ ആരംഭിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് സ്തുതിഗീതമാണോ വിലാപഗീതമാണോ എന്ന്. ഒക്കെ എനിക്ക് മനസ്സിലായോ എന്നറിയുവാൻ ഞാനൊരു ടെസ്റ്റ് നടത്താൻ പോവാം. നേരെ സങ്കീർത്തന പുസ്തകത്തിൽ മൂന്നാമത്തെ സങ്കീർത്തനം ഒന്ന് വായിച്ചു നോക്കി. Psalm number 3. യഹോവേ, വഴികൾ എത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകമാകുന്നു. അവന് ദൈവത്തിന് പറയുന്നു. നീയോ യഹോവേ, എനിക്ക് ചുറ്റും പരിചയവും എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനുമാകുന്നു. ഞാൻ യഹോവയെ ഉച്ചത്തിൽ നിലവിളിക്കുന്നു. അവൻ എന്റെ വിശുദ്ധ അവൻ തന്റെ വിശുദ്ധ പർവ്വത്തിൽ നിന്ന് ഉത്തരമരുളുകയും ചെയ്യുന്നു. ഞാൻ ഇത് വായിച്ചു നോക്കിയപ്പം ഏത് ഗ്രൂപ്പിൽ വരുന്നുവെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്ന് പറയാൻ കഴിയുമോ? ഇത് സ്തുതിഗീതമാണോ വിലാപകീർത്തനമാണോ? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സ്തുതിഗീതമല്ല. സ്തുതിഗീതമല്ല. അങ്ങനെയാണെങ്കിൽ വിലാപകീർത്തനാന്ന് പറയാം. ഒന്നാമത്തേത് പരാതി പറയുന്നത് പോലെ അല്ലേ തോന്നുന്നത്. അതുകൊണ്ട് ഓക്കെ, യഹോവ എന്ന് വിളിക്കുന്നുണ്ടല്ലോ, ഡയറക്റ്റ് അഡ്രസ്സിംഗ് ഉണ്ട്. എന്റെ വൈരികളൊക്കെ വരിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാകും, അവന് ദൈവത്തിന് രക്ഷയില്ല എന്ന് എന്നെ കുറിച്ച് പലരും പറയുന്നു. മൂന്നാമത്തെ വാക്യം പറഞ്ഞു, നീയോ എനിക്ക് ചുറ്റും പരിചയം എന്റെ മഹത്വം എന്റെ തല ഉയർത്തുന്നവനുമാകുന്നു. ഞാൻ യഹോവയെ ഉച്ചത്തിൽ നിലവിളിക്കുന്നു, അവനെ വിശുദ്ധ പർവ്വതത്തിന് ഉത്തരം അരുളുകയും ചെയ്യുന്നു. ഒരു കാര്യം ചെയ്തോളൂ, ഈ മൂന്നാം സങ്കീർത്തനം നിങ്ങൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കണം. ഈ ഇലവൻസ് ഇതിനകത്തൊന്ന് അപ്ലൈ ചെയ്യാൻ നോക്കണം. ഇൻവൊക്കേഷനും ലമന്റേഷനും പെറ്റീഷനും മോട്ടിവേഷനും എന്ന ഇലമെന്റും ഒക്കെ ഡിവൈൻ റെസ്പോൺസും എക്സ്പ്രഷൻ ഓഫ് കോൺഫിഡൻസും ഇതിനകത്തേക്ക് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് അതിനകത്തുനിന്ന് ഒരു കാര്യം മനസ്സിൽ ചില എലിമെന്റ്സ് ഇല്ലെന്ന് വന്നേക്കാം. അതാ ഞാൻ പറഞ്ഞത്, ചില എലിമെന്റ്സ് ഇല്ലെങ്കിൽ പോലും നമുക്ക് അതിന്റെ ആ കൺസ്ട്രക്ഷനെ തന്നെ മനസ്സിലാക്കാൻ കഴിയും അത് ഏത് ഗ്രൂപ്പിൽ പെടുന്നു. ഇല്ലേ, മൂന്നാം സങ്കീർത്തനം നിങ്ങള് വിലാപകീർത്തനം പറഞ്ഞല്ലോ. അഞ്ചാം സങ്കീർത്തനം ഒന്ന് വായിച്ചു നോക്കി. അഞ്ചാം സങ്കീർത്തനം. യഹോവേ, എന്റെ വാക്കുകൾക്ക് കേൾക്കണമേ, എന്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ. അത് പറയാൻ പറ്റുമോന്ന് അറിയാന്. ഓക്കെ, യഹോവേ, എന്റെ വാക്കുകൾക്ക് ചെവി തരണമേ, എന്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ. എന്റെ രാജാവും എന്റെ ദൈവവുമായുള്ളവേ, എന്റെ സങ്കടയാചന കേൾക്കണമേ. നിന്നോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. യഹോവേ, രാവിലെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ. രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. നീ ദുഷ്ടത പ്രസാദിക്കുന്ന ദൈവമല്ല, ദുഷ്ട നിന്നോടുകൂടെ പാർക്കയില്ല. അഹങ്കാരി ചെവി തരണമേ, എന്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ. എന്റെ രാജാവും എന്റെ ദൈവവുമായുള്ളവേ, എന്റെ സഹായം കേൾക്കണമേ. നിന്നോടല്ലോ പ്രാർത്ഥിക്കുന്നത്. ഓക്കെ, ഏത് കീർത്തനമാണെന്നാ നിങ്ങൾക്ക് തോന്നിയത്? വിലാപകീർത്തനങ്ങളാണ്. സങ്കീർത്തനം എടുത്ത് വായിക്കുമ്പോൾ തന്നെ
അല്ല ഒരു പാട്ട് കേൾക്കുമ്പോൾ തന്നെ അത് വിലാപകീർത്തനം മനസ്സിലാവും. സ്തുതിഗീതമാണെന്ന് അറിയാൻ കഴിഞ്ഞാൽ അതിനുവേണ്ടിയാണ് നമ്മുടെ ഈ ക്ലാസ്. ആറാം സങ്കീർത്തനം യഹോവേ നിന്റെ കോപത്തിൽ എന്നെ ശിക്ഷിക്കരുതേ, നിന്റെ ക്രോധത്തിൽ എന്നെ ദണ്ഡിപ്പിക്കരുതേ. യഹോവേ ഞാൻ തളർന്നിരിക്കുന്നു, എന്നോട് കരുണയുണ്ടാകണമേ. യഹോവേ എന്റെ അസ്ഥികൾ ഭ്രമിച്ചിരിക്കുന്നു, എന്നെ സൗഖ്യമാക്കണമേ. എന്റെ പ്രാണനും അത്യന്തം ഭ്രമിച്ചിരിക്കുന്നു, നീയോ യഹോവേ എത്രത്തോളം. യഹോവേ തിരിഞ്ഞ് എന്റെ പ്രാണനെ വിടുവിക്കണമേ, എന്റെ കാരുണ്യ നിമിത്തം എന്നെ രക്ഷിക്കണമേ. ആറാം സങ്കീർത്തനം വിലാപസങ്കീർത്തനം. ഗീതമാണ്. ഓക്കെ, നിങ്ങളുടെ ഉത്തരം പറയുമ്പോൾ എനിക്ക് സന്തോഷമാണ്. കാരണം നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞല്ലോ, തിരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഏഴാമത്തെ സങ്കീർത്തനം വായിച്ചാലോ? എന്റെ എന്റെ ദൈവമായ ദൈവമായ യഹോവേ നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് രക്ഷിച്ച് വിടുവിക്കണമേ. അവൻ സിംഹം എന്ന പോലെ എന്നെ കീറിക്കളയരുതേ, വിടുവിക്കുവാൻ ആരുമില്ലാതിരിക്കുമ്പോൾ എന്നെ ചീന്തിക്കളയരുതേ. എന്റെ ദൈവമായ യഹോവേ, ഞാൻ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്റെ പക്കൽ നീതികേടുണ്ടെങ്കിൽ, എനിക്ക് ബന്ധുവായിരുന്നവനോട് ഞാൻ ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഏത് കൂടാതെ എനിക്ക് വൈരിയായിരുന്നവനെ ഞാൻ വിടുവിച്ചുവല്ലോ. ശത്രു എന്റെ പ്രാണനെ പിന്തുടർന്ന് പിടിക്കട്ടെ, അവൻ എന്റെ ജീവനെ നിലത്തിട്ട് ചവിട്ടട്ടെ, എന്റെ മാനത്തെ പൂഴിയിൽ തള്ളിയിടട്ടെ. അതും വിലാപസങ്കീർത്തനം. വിലാപകീർത്തനം തന്നെ. ഞങ്ങളുടെ സാറ്റിസ്ഫൈഡായി. ഇത് വായിച്ചാൽ തിരിച്ചറിയാൻ പറ്റിയല്ലോ, തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ തന്നെ ഇനി 10ാമത്തെ സങ്കീർത്തനം നോക്കി. ഞാൻ വിലാപകീർത്തനം തന്നെ എടുത്തു. നിർത്തുന്നതെന്ത്? കഷ്ടകാലത്ത് നീ മറഞ്ഞു കളയുന്നതും എന്ത്? ദുഷ്ടന്റെ അഹങ്കാരത്താൽ എളിയവർ തപിക്കുന്നു, അവ നിരൂപിച്ച ഉപായങ്ങൾ അവർ തന്നെ പിടിപെടട്ടെ. ദുഷ്ടൻ തന്റെ മനോരഥത്തിൽ പ്രശംസിക്കുന്നു, ദുരാഗ്രഹി യഹോവയെ തിരിച്ച് നിന്ദിക്കുന്നു. ഈ 10ാം സങ്കീർത്തനം ഏത് ഗ്രൂപ്പിൽ വന്നു? വിലാപകീർത്തനം. വിലാപകീർത്തനം. അപ്പൊ നമുക്കിതിങ്ങനെ, അപ്പൊ നമുക്ക് വേറെ 250 കീർത്തനല്ലേ ഉള്ളൂ. വീട്ടിലിരുന്ന് ഒരു ദിവസം ഒന്ന് എടുത്തു നോക്കിയാൽ ഇതെല്ലാം ഏത് ഗ്രൂപ്പിൽ വരുന്നു എന്ന് തിരിച്ചറിയാൻ പറ്റുമല്ലോ. ഓക്കെ, 44ാം സങ്കീർത്തനം നമ്മൾ ഓൾറെഡി ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചിരുന്നു. 44ാം സങ്കീർത്തനത്തിനകത്ത് ഞാൻ അതിന്റെ അകത്തെ ആദ്യത്തെ ഇൻവൊക്കേഷൻ എത്ര വാക്യം വരെ ഉണ്ടെന്ന് നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ? ഇൻവൊക്കേഷൻ ദൈവമേ നിന്റെ കൈകൊണ്ട് നീ ഞങ്ങളെ പുറത്താക്കി, അതുകൊണ്ടല്ലോ ദേശത്തെ. ദൈവമേ, പൂർവ്വകാലത്ത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ നാളുകളിൽ നീ ചെയ്ത പ്രവൃത്തി അവർ ഞങ്ങളോട് വിവരിച്ചിരിക്കുന്നു, ഞങ്ങളുടെ ചെവി കൊണ്ട് ഞങ്ങൾ കേട്ടിരിക്കുന്നു. സ്തോത്രം സ്തോത്രം. ദൈവമേ നന്നായി ഞങ്ങളുടെ വീട്ടിൽ ആശ്രയിക്കും. നീ എത്ര ഞങ്ങളെ വരികളുടെ കയ്യിൽ നിന്ന് വിടിവിച്ച ദൈവത്തെ. അതല്ല 8 വരെ, 5ാം വാക്യം വരെ നമുക്ക് 5 വരെ. That's fine. കാരണം 6ാം വാക്യത്തിൽ ഞാൻ ആശ്രയിക്കില്ല എന്ന് പറഞ്ഞാണ്. അപ്പൊ 44ാമത്തെ സങ്കീർത്തനത്തിൽ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഇൻവൊക്കേഷനായിട്ട് പോവുകയാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഓരോ സങ്കീർത്തനം എത്താവട്ട് വന്നാൽ അത് വീണ്ടും ഉണ്ട്. ഇപ്പം 6 പേരും കൂടെ ചേർത്ത് പറഞ്ഞാലും അതിനകത്ത് വലിയ തെറ്റ് വരുന്നതിന് 8 വരെ ആരോ പറഞ്ഞു, ശരി തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. 8 വരെ. 9ാമത്തെ വാക്യമാണ് ഇപ്പോഴോ എന്ന് പറഞ്ഞ് ഡീവിയേഷനോട് ആരംഭിച്ചത്. ഇപ്പോഴോ നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞ് ലജ്ജിപ്പിച്ചിരിക്കും. നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ സങ്കീർത്തനം അനലൈസ് ചെയ്യാനായിട്ട് കഴിയുന്നു എന്നുള്ളത് നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമല്ലേ. അപ്പൊ ഇൻഡിവിജ്വൽ ലാമെന്റേഷൻ എന്നൊരൊറ്റ ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിച്ചുകൊണ്ടിരുന്നത്. ഇടയ്ക്ക് ഞാൻ കമ്മ്യൂണിറ്റി ലാമെന്റ് എന്നൊന്നുണ്ട് എന്ന് നിങ്ങളെ ബോധവൽക്കരിച്ചു. ഞാനെന്നോ ഞാന്, എന്റെ, എനിക്ക് എന്നുള്ളതാണ് വിലാപകീർത്തനങ്ങളുടെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പദമെങ്കിൽ അത് ഇൻഡിവിജ്വൽ ലാമെന്റ് ആയിരിക്കും. ഞങ്ങൾ, ഞങ്ങളുടെ, ഞങ്ങൾക്ക് വേണ്ടി, ഇങ്ങനെയൊക്കെയാണ് അതിനകത്ത് ഉപയോഗിക്കുന്നതെങ്കിൽ അത് സാമൂഹ്യ വിലാപകീർത്തനങ്ങളുമായി. അതിൽ ഇന്ന് നമ്മൾ പഠിച്ചത് ഇൻഡിവിജ്വൽ സോങ്സ് ഓഫ് ലാമെന്റ് ആണ്. വ്യക്തിപരമായ വിലാപ കീർത്തനങ്ങൾ എന്നുള്ളതാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, നിങ്ങൾ പെട്ടെന്ന് 19ാം സങ്കീർത്തനം നോക്കി. 19
ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. പകൽ പകലിന് വാക്കുപൊഴിക്കുന്നു, രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഭാഷണമില്ല. സങ്കീർത്തനമാണെന്ന് തോന്നി. സ്തുതിഗീതങ്ങൾ. കേട്ടില്ല. സ്തുതിഗീതങ്ങൾ. വെരി നൈസ്, ആബ്സല്യൂട്ട്ലി കറക്റ്റ്. കാരണം ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. അത് സ്തുതിഗീതം തന്നെ, ഹിമ്മാണ്. കറക്റ്റ്. 20 സങ്കീർത്തനമോ? യഹോവേ, കഷ്ടകാലത്ത് നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ. യാക്കോബിന്റെ ദൈവത്തിന്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. അവൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായം അയക്കുമാറാകട്ടെ. സിയോനിൽ നിന്ന് നിന്നെ താങ്ങുമാറാകട്ടെ. നിന്റെ വഴിപാടുകളൊക്കെയും അവൻ ഓർക്കട്ടെ. നിന്റെ ഹോമയാഗം കൈക്കൊള്ളുമാറാകട്ടെ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. അപ്പൊ ഇങ്ങനെ ഞാൻ വായിക്കാൻ പറഞ്ഞത്, നമുക്കിങ്ങനെ ഓരോ സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ അത് ഏത് ഗ്രൂപ്പിൽ വരുന്നു എന്നുള്ള കാര്യം നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും. പെട്ടെന്ന് തന്നെ അവിടെയാണ് നമ്മൾ സങ്കീർത്തനം അനലൈസ് ചെയ്യാൻ പഠിച്ചോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ കഴിയും. ഇപ്പൊ ഞാൻ പ്രത്യേകിച്ച് മുന്നോട്ട് മറിച്ച് വിട്ട് ഞാൻ സമയം കളയണ്ട എന്ന് വിചാരിച്ച് മറിക്കുന്നതേ ഉള്ളൂ. ഇതെല്ലാം ഇങ്ങനെ നമുക്ക് ഓരോന്നും വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. 41 സങ്കീർത്തനം ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഏത് ഗ്രൂപ്പിൽ വരുന്നത് പറയാൻ പറ്റുമോ? സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പിയെ. എളിയവനെ ആദരിക്കുന്നവന് ഭാഗ്യവാൻ. 41. അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. യഹോവ അവനെ കാത്ത് ജീവനോടെ പാലിക്കും. അവൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും. അവന്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് നീ അവനെ ഏൽപ്പിക്കുകയില്ല. യഹോവ അവനെ രോഗശയ്യയിൽ താങ്ങും. ദീനത്തിൽ നീ അവന്റെ കിടക്കയെല്ലാം മാറ്റി വിരിക്കുന്നു. യഹോവേ, എന്നോട് കൃപ തോന്നി എന്നെ സൗഖ്യമാക്കണമേ. നിന്നോടല്ലോ ഞാൻ പാപം ചെയ്ത് എന്ന് ഞാൻ പറഞ്ഞു. വിലാപകീർത്തനം. വിലാപകീർത്തനങ്ങളിലേക്ക് നമുക്കൊരു പാട്ട് പാടുമ്പോൾ തന്നെ നമുക്ക് അത് ഏത് ഗ്രൂപ്പിൽ വരുന്നു എന്ന് അറിയാൻ കഴിയും. അപ്പൊ ഒരു മരണ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ സഭായോഗത്തിലൊക്കെ സ്തുതിഗീതങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ, ഒരു മരണ വീട്ടിൽ ഒക്കെ ചെല്ലുന്ന സമയത്ത് വിലാപഗാനങ്ങളാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. വിലാപകീർത്തനങ്ങൾ അവിടെയുള്ള സാഹചര്യത്തിൽ അതാണ് നമ്മൾ പാടേണ്ടത്. ആ വിലാപഗാനങ്ങൾ നമുക്ക് അങ്ങനെ സെലക്ട് ചെയ്യാനായിട്ട് കഴിയും. വായിക്കുമ്പോഴും അങ്ങനെയുള്ള ഭാഗങ്ങൾ വായിക്കണം. വിലാപ സങ്കീർത്തനങ്ങള്, വിലാപ ടോപ്പിക്കുകള്, അത് നമ്മളിങ്ങനെ വായിച്ചു വരുമ്പോൾ, പാടി വരുമ്പോൾ അത് നമ്മുടെ കൂടെ അവർക്കും ജയിച്ചു ചേരുവാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് നമ്മൾ മരണവീട്ടിലൊക്കെ ചെല്ലുമ്പോൾ കൈയടിച്ച് പാടുന്ന രീതിയിലുള്ള പാട്ടുകൾ നമ്മൾ ഉപയോഗിക്കാറില്ലല്ലോ. വളരെ സ്ലോ ആയിട്ടുള്ള പാട്ടുകളോ ഒക്കെ ആയിരിക്കും നമ്മളോട് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വിലാപങ്ങൾ അതിനകത്ത് വരികയാണ്, വിലപിക്കുകയാണ്. അവരുടെ കൂടെ നമ്മളും ഇഴുകിച്ചേരുകയാണ്, ദുഃഖിക്കുന്നവരോട് കൂടെ ദുഃഖിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ പാട്ടുകൾ സെലക്ട് ചെയ്യേണ്ടത് വളരെ അനിവാര്യതയുള്ള കാര്യമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന വേദി അതനുസരിച്ച് തന്നെ നമ്മൾ സെലക്ട് ചെയ്യണം. രോഗികളുടെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുന്ന നേരം വിലാപഗീതങ്ങളാണെങ്കിലും രോഗസൗഖ്യത്തെ കുറിച്ച് പറയുന്ന പാട്ടുകളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ നമുക്കത് പാടാനായിട്ട് കഴിയും. മരണങ്ങളിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ നമുക്കതിനെ ആ രീതിയിൽ നമുക്ക് പാടാനായിട്ട് കഴിയും, വായിക്കാനായിട്ട് കഴിയും. മരണത്തിൽ പ്രത്യാശ നൽകുന്ന പാട്ടുകൾ, മരണത്തിൽ അപ്പുറത്തുള്ള ജീവിതത്തിലേക്ക് നമ്മൾ നയിക്കുന്ന ഗാനങ്ങൾ, പ്രത്യാശ നിർഭരമായ ഗാനങ്ങൾ ഒക്കെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ സെലക്ഷൻ എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യമായി. പാട്ടുകൾ ഞാൻ പറഞ്ഞ എല്ലാ പാട്ടും എല്ലാ സ്ഥലത്തും നമുക്ക് പാടാനായിട്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരികയില്ല. പാടുന്നത് കറക്റ്റായി. ഇപ്പൊ ചില വചന ശുശ്രൂഷ വചനമൊക്കെ പ്രസംഗിച്ച് കഴിയുമ്പോൾ ചിലര് പാട്ട് തുടങ്ങുന്ന വചന ശുശ്രൂഷയുടെ ആ വചനം വരുന്ന പാട്ടുകൾ തന്നെ എടുത്തു പാടുമ്പോൾ
ആ പ്രസംഗിച്ചത് ഒന്നുകൂടെ റീകളക്ട് ചെയ്യാൻ പറ്റുകയില്ല. ഏതെങ്കിലും ഒരു പാട്ടല്ല സത്യത്തിൽ പാടേണ്ടത്, പാടേണ്ട പാട്ട് പാടും. നമ്മളത് റെഡിയായിട്ട് എടുക്കുമ്പോൾ ശരിയാവും, കുഴപ്പമില്ല. ഇപ്പൊ നമ്മൾ രണ്ടേ പഠിച്ചുള്ളൂ. ഒന്ന് സ്തുതിഗീതങ്ങൾ, രണ്ട് വിലാപ കീർത്തനങ്ങളിൽ ഇൻഡിവിജ്വൽ വ്യക്തിപരമായ വിലാപ കീർത്തനങ്ങൾ. അപ്പൊ വ്യക്തിപരമായ വിലാപ കീർത്തനങ്ങളിൽ അതിപ്രധാനമായ കാര്യം എന്ന് പറയുന്നത് വ്യക്തിപരമായി. ഒരു വാക്കുകൂടെ പറഞ്ഞു നിർത്താം, എനിക്കറിയാം 3 മിനിറ്റോടെ നമ്മുടെ മുമ്പിലുള്ളൂ. ഇപ്പൊ 22ാം സങ്കീർത്തനം നമ്മൾ അനലൈസ് ചെയ്ത് ഇന്ന് 7 എലമെന്റ്സിൽ 6 എലമെന്റ്സ് അതിനകത്തുണ്ട്. 1 by 1 ആയിട്ട് പഠിച്ചു. എന്നാൽ ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ പറഞ്ഞെല്ലാം കറക്റ്റാണ്, ദാവീദിന്റെ ജീവിതത്തെ അനുഭവമായിരുന്നതെല്ലാം. എന്നാൽ അതിനകത്ത് രേഖപ്പെടുത്തിയ പല വചനങ്ങളും ദാവീദിന്റെ ജീവിതത്തെക്കാൾ ഉപരി നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളാണ്. അപ്പൊ ഇത് ദാവീദ് പ്രവചനാത്മാവിൽ എഴുതിയെന്ന് നാം ഗ്രഹിക്കുക. പ്രവചനാത്മാവിൽ അവൻ എന്റെ കൈകളിൽ കാലുകളിൽ തുളച്ചു, അവൻ എന്റെ അങ്കിക്കായി ചീട്ടിട്ടു. എത്ര ഗൗരവമായിട്ട് എഴുതി. ഞാൻ വായിച്ച ഒരു പുസ്തകത്തിൽ കണ്ടന്റ് പറഞ്ഞ് ഈ പറഞ്ഞ 2 മിനിറ്റുള്ള നിർത്തും. എനിക്ക് തോന്നുന്നു ജോൺ പൈപ്പറാണ്, ഞാൻ കെല്ലറാണെന്ന് നോക്കുന്നില്ല, ജോൺ പൈപ്പർ എന്നുള്ളത് ഞാൻ തോന്നുന്നു. ഇനി ചിലപ്പോൾ ഞാൻ പറഞ്ഞ തെറ്റായിരിക്കും. ഞാനിങ്ങനെ വായിച്ചു വന്നപ്പോൾ ഈ 22ാം സങ്കീർത്തനത്തെ കുറിച്ച് അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു മുഖവര ഇങ്ങനെയായി: നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിൽ തറച്ചപ്പോൾ, ശ്രദ്ധിച്ച് കേൾക്കണേ, കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിൽ തറച്ചപ്പോൾ യേശു ക്രിസ്തു ആ ക്രൂശിൽ കിടന്നുകൊണ്ട് 22ാം സങ്കീർത്തനം ഉരുവിടുകയായിരുന്നു. വല്ല പോയിന്റ് മനസ്സിലായോ? അതായത് എന്നിട്ട് അദ്ദേഹം ഒരു ആപ്ലിക്കേഷൻ തരിക. നമ്മൾ പറഞ്ഞ 4ാമത്തെ എലമെന്റ് ആപ്ലിക്കേഷൻ. നമ്മുടെ ജീവിതത്തിൽ വേദനകൾ ഏറി വരുമ്പോൾ തിരുവെഴുത്തുകൾ ഉരുവിടുന്നു. തിരുവെഴുത്തുകൾ ഉരുവിട്ടാൽ അവിടെ ദൈവിക ശക്തി വ്യാപരിക്കുമെന്ന് അദ്ദേഹം അതിനകത്തൊരു ഫുട്നോട്ട് വന്നിരിക്കുക. തിരുവെഴുത്തുകൾ ഉരുവിടും, തിരുവെഴുത്തുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞ എത്ര ഗൗരവമുള്ള കാര്യമാണ്. നമ്മൾ രോഗിയുടെ അടുത്ത് എന്നിട്ട് പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യമാക്കുന്നവനാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരുപക്ഷെ നമുക്കറിയാവുന്ന ഈ പറയുന്നെങ്കിലും ആ കേൾക്കുന്ന വ്യക്തിയിൽ പെട്ടെന്ന് ഇൻസ്പിറേഷൻ ഉണ്ടാവുകയാണ്, ഒരു പ്രചോദനം ഉണ്ടാവുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ അടുത്ത വാക്കോടെ പറഞ്ഞ് നിർത്താം, കൃത്യം 10. അദ്ദേഹം പറയാണ്, താൻ ഇങ്ങനെ ക്രൂശിൽ കിടന്നപ്പോൾ 22ാം സങ്കീർത്തനം 1-ാം വാക്യം താൻ പറഞ്ഞു, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതുണ്ട്. എന്നിട്ട് ബാക്കി വാക്യങ്ങൾ അദ്ദേഹം മനസ്സിൽ ധ്യാനിച്ചു. യേശു ക്രിസ്തു മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു. എനിക്ക് ആ പുസ്തകം വായിച്ചാൽ ഒത്തിരി എനിക്ക് ഗ്രഹിക്കാൻ പറ്റി. അദ്ദേഹം പറയുക, കുറച്ചു കഴിഞ്ഞിട്ട് യേശു ക്രിസ്തു തല കുനിഞ്ഞ് താഴോട്ട് നോക്കി. തല ഇങ്ങനെ കുനിച്ച് താഴോട്ട് നോക്കിയപ്പോൾ അവിടെ നിൽക്കുന്നവരെ കണ്ടിട്ട് താൻ ധ്യാനിക്കുന്നു, എന്നെ കാണുന്നവരൊക്കെ എന്നെ പരിഹസിക്കുന്നു, എന്നെ വളഞ്ഞിരിക്കുന്നു, ഭാഷാൻ പുത്രന്മാർ എന്റെ നേരെ വന്നിരിക്കുന്നു. അതുപോലെ സംഭവിക്കുക. ബുഭുക്ഷയോടെ അലർന്ന സിംഹം എന്ന പോലെ അവൻ എന്റെ നേരെ വായി വിളക്കുന്നു. ആ എഴുത്തുകാരൻ പറഞ്ഞ അർത്ഥം കേൾക്കണോ? അല്പം കൂടെ മുന്നോട്ട് എന്ന് വെച്ച് അവന്റെ കൈകളെയും കാലുകളെയും തുളച്ചു. എന്നിട്ട് താഴോട്ട് നോക്കിയപ്പോൾ അപ്പുറത്ത് ഒരു ചീട്ടിടിയിൽ നടക്കുന്നു. ഈ അങ്കി എടുത്തിട്ട് അവര് കീറാൻ തുടങ്ങിയപ്പോ ഒരാൾ പറയുന്നു, കീറണ്ട, ഇത് നമുക്കൊരാൾക്ക് കുറിയിട്ടെടുക്കാം. അങ്ങനെ ഇവർ കുറിയിടുമ്പോൾ യേശു ആ വാക്യം പറയുക, അവരെന്റെ അങ്കിക്കായി ചീട്ടിടുന്നു. എത്ര ഗൗരവമുള്ളൊരു പദങ്ങളായി. അർത്ഥാൽ ഞാൻ പറഞ്ഞതിന്റെ സാരാംശത്തിലേ ഉള്ളൂ, ഈ സങ്കീർത്തനം അന്വർത്ഥമായി മാറിയത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിലാണ്. ആ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച ആ വലിയ
അത് വിടുതൽ എത്ര ശ്രേഷ്ഠമായിരുന്നു എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഞാൻ ഇൻഡിവിജ്വൽ ലാമിന്റെ എന്ന സെക്ഷൻ ഇവിടെ അവസാനിപ്പിച്ചു. അടുത്ത ആഴ്ച കമ്മ്യൂണിറ്റി സോങ്സ് ഓഫ് ലാമിന്റെ നമുക്ക് പഠിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിന്റെ ഓവർ ടു പാസ്റ്റർ ലാലുജിക്ക്. കർത്താവിന്റെ വളരെ നന്ദി. ജോയിൻ ചെയ്ത എല്ലാവർക്കും നന്ദി. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. പുതുതായി പല പ്രിയപ്പെട്ടവർ ജോയിൻ ചെയ്യുന്നുണ്ട്. ദൈവം അവരെയും വളരെ ആത്മാർത്ഥതയോടെ സ്വാഗതം ചെയ്യുന്നു. നാളെ നമ്മുടെ ചാപ്പൽ സർവീസ് ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾ ആരെങ്കിലും പ്രോഗ്രാംസ് സാക്ഷിയൊക്കെ പറയുവാൻ ആഗ്രഹിക്കുന്നവർ ദയവായിട്ട് ചെയ്യണം. അതുപോലെ തന്നെ എല്ലാവരും ജോയിൻ ചെയ്യണം. പല പ്രിയപ്പെട്ടവരും ക്ലാസ്സുകളിലെ ഒരു ആത്മാർത്ഥത ചാപ്പൽ സർവീസിന് കാണുന്നില്ല. നിങ്ങൾക്കൊക്കെ അത് നിങ്ങളെയൊക്കെ വളർത്തിയെടുക്കുക എന്നുള്ളത് പഠിക്കുക മാത്രമല്ല, നിങ്ങൾക്കൊക്കെ കാര്യങ്ങൾ ചെയ്യുവാനും പ്രസംഗിക്കുവാനും ഒക്കെ നിങ്ങളെ പ്രാപ്തരാക്കാനുള്ള കടമകളുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ അതിനായിട്ടാണ് നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യണം ദയവായിട്ട്. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഷാജി കെ ഡാനിയൽ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം തന്നെ പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും സന്തോഷമായിരിക്കുന്നു. നിങ്ങളെല്ലാം കാണുവാൻ കർത്താവ് ഇടയാക്കിയത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരും വളരെ അനുഗ്രഹത്തോടെ ജോയിൻ ചെയ്യുന്നതിന് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മളെ വീണ്ടും കർത്താവ് സഹായിക്കട്ടെ. ഇന്ന് വനം പഠിപ്പിച്ച കർത്താവിന്റെ ദാസനോടുള്ള നന്ദിയെയും സ്നേഹത്തെയും അറിയിക്കുന്നു. വളരെ മനോഹരമായ രീതിയിൽ സങ്കീർത്തനത്തെ വെച്ച് പഠിപ്പിക്കാനൊക്കെ നമുക്ക് ഒന്നിച്ച് പഠിക്കുവാൻ കർത്താവ് സാഹചര്യം ഒരുക്കിയല്ലോ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ അനുഗ്രഹമായി തീരട്ടെ. കർത്താവിന് വേണ്ടി അധികം പ്രയോജനപ്പെടുവാൻ നമുക്ക് ശുഷ്കാന്തിയോടെ തിരുമുഖത്തേക്ക് നോക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളെ ഒന്നിച്ച് കൂട്ടി വരുത്തിയ ദൈവത്തിന്റെ സ്നേഹത്തിനായി സ്തുതിക്കുന്നു. ഇന്ന് രാത്രിക്കാൽ ഞങ്ങൾക്ക് ഒന്നിച്ച് വചനം പഠിപ്പാൻ കർത്താവിന്റെ ദാസനിലൂടെ കേൾപ്പിച്ച അനുഗ്രഹീതമായ വചനത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ദാസനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാവരെയും കർത്താവിന്റെ രാത്രിക്കാലം അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവിന് വേണ്ടിയുള്ള ഞങ്ങളുടെ സമർപ്പണവും ത്യാഗവും ഒക്കെ കർത്താവ് അറിയുന്നു. അതിലൊക്കെ പ്രതിഫലം തന്ന് ഞങ്ങളെ മാനിക്കും. ദൈവരാജ്യത്തിൽ പ്രയോജനമുള്ളതായി തീരുവാൻ ഞങ്ങളെ സഹായിക്കുന്നു. പാസ്റ്റർ ലാലിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസന്റെ ശുശ്രൂഷകളെ കർത്താവ് മാനിക്കണമേ. കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആവശ്യഭാരത്തോടെ ഇരിക്കുന്നവരെ കർത്താവ് സന്ദർശിക്കുകയും അനുഗ്രഹിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണം. രാത്രികാലം കൃപയെ ഞങ്ങളെ സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ കരുത്തിനായി സ്തോത്രം. വീണ്ടും കാണുവോളം കൃപയെ പരിപാലിക്കണം, മനോമഹത്വം എടുക്കണം. പ്രാർത്ഥനയായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴിനട ദൈവത്തിന്റെ പരിശുദ്ധ മനസ്സംസർഗം കൂട്ടായ്മയും കാവല് നമ്മൾ ഓരോരുത്തരുടെ കൂടെയും നമ്മൾ പഠിച്ച ദൈവനത്തോടു കൂടെയും ഇന്ന് പോലത്തേക്കും കർത്താവിന്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ക്രിസ്തുയേശുവിനെ കർത്താവിനെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. നാളത്തെ ചാപ്പൽ സർവീസ് വൈകിട്ട് 8:30 എല്ലാ പ്രിയപ്പെട്ടവരും ജോയിൻ ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഗ്രാം, ഭാവനയോ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം നടത്തുക. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. അനേക പാട്ട് എഴുതിയവരുണ്ട്, അവരുടെ പാട്ടുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അങ്ങനെയുള്ള ഏത് കാര്യങ്ങളും ചെയ്യുവാൻ വളരെ സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങളെ അറിയിക്കുക. അതനുസരിച്ച് നമ്മൾ പ്രോഗ്രാം ചാർട്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങളെ എല്ലാവരെയും നാളത്തെ ആ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വളരെ അനുഗ്രഹമാണ്. പ്രാർത്ഥിപ്പാനൊക്കെ ദൈവം സഹായിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ബ്രിറ്റ ബൈജു നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരുന്നു. വളരെ ശാരീരികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സഹോദരിക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിപ്പാൻ ഇടയായിത്തീർന്നു. നമ്മളൊരു ഫാമിലിയാണ്. ദൈവവചനം പഠിക്കാൻ നിങ്ങൾ കാണിക്കുന്ന ശുഷ്കാന്തി പോലെ തന്നെ ഇതിലും പ്രാർത്ഥിപ്പാൻ ഒക്കെ നിങ്ങൾ തയ്യാറാകുക. നാളെ നമുക്ക് വൈകിട്ട് വീണ്ടും കാണാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു.